മൂന്നോ മാസം. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ബിസിനസ് കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മളെ ഗ്രേറ്റ് ലീഡ് ഷാ സാർ വരുന്നത്. അദ്ദേഹം കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം ഈ ഒരു ആശയത്തില് ഇതിന്റെ ഒരു ഉൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ ആയുർവേദിന്റെ സത്തടങ്ങിയ ഉൽപ്പന്നങ്ങളാന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 1.5-2 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്കൊരു ഹാഫ് മൈൻഡേ ഉള്ളൂ, വേണോ വേണ്ടേ, എന്താണ് ഇപ്പൊ ചെയ്യുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കേട്ടു. നിശാന്ത് സാർ എന്ത് ചെയ്തു, പിന്നെ എന്നാലൊരു അഡ്വാൻസ് വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ക്യാഷും ഇല്ല, 1 രൂപ കയ്യിലില്ല, ഞാൻ തൽക്കാലം പിന്നീട് ആലോചിക്കാന്ന് പറഞ്ഞിട്ട് മാറുന്ന സമയത്ത് നിശാന്ത് സാർ നിർബന്ധിച്ചിട്ട് എന്താണോ ഉള്ളത് നോക്കി പറഞ്ഞത്. എന്റെ കയ്യിൽ 500 രൂപ ഉണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും 90,000 രൂപ വാടക കൊടുക്കാനുള്ള സമയത്താണ് അദ്ദേഹം ഈ ബിസിനസ്സുമായിട്ട് വന്നത്. അപ്പൊ ആ 90,000 കൊടുക്കാൻ വേണ്ടി സമയത്ത് ഇത് എന്തായാലും വീട്ടിൽ പർച്ചേസ് ചെയ്യാനുള്ള 500 രൂപയെന്ന് പറഞ്ഞ സമയത്ത് അത് അദ്ദേഹം എന്റെ സമർത്ഥമായിട്ട് അത് വാങ്ങി കയ്യിൽ വെച്ചു എന്നല്ലാതെ പിന്നെ അവര് പിന്നെ എന്താ പറഞ്ഞു, ഷാജി എന്ന വ്യക്തി പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു ഞാനില്ല നിർത്തി, എനിക്ക് വയ്യ, പറ്റില്ല, 500 രൂപയ്ക്ക് നീ തന്നാ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഞാൻ അതിന്റെ കൂട്ടത്തന്നെ പിന്നെ എന്താണ് വേറെ എന്ത് വഴിയുണ്ട്, എന്തെങ്കിലും വേറെ മാർഗങ്ങളുണ്ടോ, എന്താണ് സാധ്യത, അങ്ങനെ മൈ ലൈഫിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. അതിന്റെ ഒരു എന്താ പറയാ, നമ്മളെ താരന്റെ ഷാമ്പു, ആ 7 ഷാമ്പു ഞാനൊന്ന് വാങ്ങി, അതൊന്ന് ഉപയോഗിച്ച് നോക്കി. അത് ഉപയോഗിച്ച് എനിക്ക് നല്ല പോസിറ്റീവ് തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എന്നാൽ കുഴപ്പമില്ല, കുറച്ച് പർച്ചേസ് ചെയ്യാം എന്നൊക്കെ കരുതി. അപ്പൊ ആ സമയത്ത് എന്റെ ഉള്ളിലുണ്ടായ വേറെ മറ്റൊരു സംഭവം എന്താ വെച്ചാല്, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാല് മുബാറക് മാഷ് അറിയാം. അദ്ദേഹം ഒരു പിന്നെ മാഷാണെങ്കിലും അദ്ദേഹം ബിസിനസ്സിലൂടെയാണ് പിന്നെ അവന്റെ ഒരു കരിയർ കെട്ടിപ്പടുത്തത്. അദ്ദേഹം പിന്നെ ട്രേഡ് എന്താ പറയാ, ഇൽനെസ്സിലെ പിന്നെ മെഡിക്കൽ ഷോപ്പിന്റെ ഹോൾസെയിലർ ആണ്. അപ്പൊ എനിക്ക് തോന്നി അത് നല്ലൊരു ആശയമാണല്ലോ, പിന്നെ അത് നല്ല സാധ്യതയുള്ള മേഖലയാണല്ലോ. പക്ഷെ അതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കൂലല്ലോ, കാരണം ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പൊ അതേമായിട്ടൊരു മേഖലയാണ് ഈ പിന്നെ ആയുർവേദത്തിന്റെ സത്തായി വെൽനെസ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ഒന്നും കൂടിയും അതിൽ താല്പര്യം വന്നത്. അങ്ങനെ ആ താല്പര്യം വന്നു. ഞാനത് എന്ത് ചെയ്തു, പിന്നെ തിയേറ്ററിൽ എന്നെ പിന്നെ ഇവർ മൈൻഡ് ചെയ്തിട്ടില്ല, ലീഡേഴ്സ് ഒക്കെ എന്നെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, 1 മാസം കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെന്നു, എന്റെ ക്യാഷ് കൊടുത്ത് ഞാൻ എന്റെ ഐഡിയ അടിക്കണം, രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. ആ രജിസ്റ്റർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പൊ ടീമൊക്കെ ഇടവണ്ണൊക്കെ വേറെ ലെവലിലൊക്കെ ഹൈ ലെവലായിട്ടുണ്ട്. അവിടെ ഒരുപാട് ലീഡേഴ്സ് ഒക്കെ എന്റെ മേലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തു വെച്ചാല് ചെന്നു, ഞാൻ എന്നെ വരെ ശരിക്കൊന്നും പരിഗണിക്കുന്നില്ല. അവര് നല്ല വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ അതിനെ സമയത്ത് ഞാൻ മാത്രമല്ല, ഞാൻ ബിസിയാണ്. ഞാൻ എന്റെ 5 സ്ഥാപനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഞാൻ അതും ചെയ്യണം ഇതും ചെയ്യണം. അപ്പൊ ഇന്നാരും പ്രത്യേകം മൈൻഡും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും ഞാൻ പിന്നാലെ കൂടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോന്ന് പഠിക്കാൻ തയ്യാറായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ തീരുമാനം എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ, ഞാൻ അതായത് 10-35 വർഷം ഇടവണ്ണ ആ അങ്ങാടിയില് എനിക്ക് ഒരു പരിചയമുള്ള ഒരു മേഖലയിൽ ഞാൻ പിന്നീട് ചിന്തിച്ച കാര്യം, 2,10,000 ലക്ഷം മാച്ച് ആയാൽ മതി, വളരെ പെട്ടെന്ന് അടിക്കാൻ പറ്റും വിചാരിച്ച് ഞാൻ പ്ലാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോരുത്തർ കൊടുത്തു. നമ്മൾ പറഞ്ഞ പോലെ 1, 2, 3, 4, 10, 20, 30 ഇതൊന്നും ഒരു വ്യക്തി ജോയിൻ ചെയ്യുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പല പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ വിശ്വാസമില്ലാത്തതുകൊണ്ട് എന്തോ എനിക്കറിയില്ല. എന്തായാലും ആളുകൾ ജോയിൻ ചെയ്യാതിരുന്ന സമയത്തും എനിക്ക് നിരാശ ഒന്നും ഉണ്ടായില്ല. കാരണം പിന്നെ അപ്പോഴേക്കും ഞാൻ ഇതിന്റെ ഇൻഡസ്ട്രീന്റെ സാധ്യതയൊക്കെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയി. പക്ഷെ ഒരു ബെറിസ്റ്റാർ ആവാൻ എനിക്ക് വേണ്ടി എനിക്ക് സമയത്തത് ഒരു 4 മാസമാണ്. ആ 4 മാസം ഞാൻ എന്ത് ചെയ്തു, മുന്നോട്ട് പോയി. അതിനുശേഷം ഒരു TCL റാങ്കിൽ എത്താൻ വേണ്ടി എനിക്ക് 1.25 വർഷം എടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്തു, ഞാൻ പിന്നീട് എന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വെച്ചാല് നമ്മളെ മനോജ് സാറ്. അപ്പൊ ആ സമയത്ത് മനോജ് സാറ് നമ്മളെ ഇടവണ്ണ മഞ്ചേരി ഒരു ബെറി ഹൗസ് എന്ന ഒരു വീട് തന്നെ വാടകയ്ക്ക് അദ്ദേഹം ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ 1-2 പ്രാവശ്യം വരും ട്രെയിനിങ് തരാനൊക്കെ വേണ്ടിയിട്ട്. അത് എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ ആ ഏത് ട്രെയിനിങ് ഏത് പ്രോഗ്രാം ഏറ്റവും മുമ്പിൽ സീറ്റിലാണ് ഞാൻ ഇരിക്കുക. അങ്ങനെ അതൊക്കെ കേട്ട് ക്യാച്ച് ചെയ്ത് ഞാൻ അത് കൃത്യമായി ഡയറി ചെയ്തിട്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യം, നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാല് ഏതൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാ, എന്റെ കൂടെ ധാരാളം ആളുകൾ വരും, അവർക്ക് ഷെയർ ചെയ്യാനും കൂടി ഉള്ളതാണെന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ രീതിയിലൊക്കെ നോട്ടൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ പഠിക്കാൻ തയ്യാറായി. എല്ലാ പ്രോഗ്രാമിലും എന്ത് തിരക്കാണെങ്കിലും ഞാൻ ഇതിന് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ മുന്നിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 1.25 വർഷം കൊണ്ട് TCL റാങ്കിലെത്തി. പക്ഷെ അതിന് മുമ്പിട്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഞാനൊരു 2019 നവംബർ 29 എന്റെ ഐ ഡി അടിച്ചിട്ടുള്ളത്. അതിനുശേഷം മാർച്ച് മാസത്തെ കൊറോണ വന്നു. ഈ കൊറോണ വന്ന സമയത്താണ് എന്താണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടിനെല്ലും ഇതിന്റെ പരാജയം ഒക്കെ ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആ സമയത്ത് എന്റെ അപ്ലൈൻ ലീഡേഴ്സ് എല്ലാവരും എന്ത് ചെയ്തു, അവരൊക്കെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത കാരണം എളുപ്പത്തിൽ എങ്ങനെ കാശ് ഉണ്ടാക്കാന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരെല്ലാവരും ഒരു പിന്നെ മണിച്ചൻ രൂപത്തിലൊരു വിദേശ കമ്പനി 2000 സംതിങ് എന്തോ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് വാലറ്റ് ക്യാഷ് വരും എന്നൊക്കെ പറഞ്ഞിട്ട്
എന്റെ പിന്നാലെ കൂടി അവരൊക്കെ ഒരുപാട് ആൾക്കാർ അത് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു നെറ്റ്വർക്കിനോ ഒന്നിനും ഞാനില്ല. മാത്രമല്ല ആ പൈസ ഏതെന്നാ വരുന്നത് എനിക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്ത കാരണത്താൽ ഞാൻ എനിക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാറ്റിവെച്ചു. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാൽ പിന്നെ എനിക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്റെ കൂടെ ഒരു കുട്ടികളില്ല, ഒരു അപ്ലയൻസും ഇല്ലാതെ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിഷാന്ത് സാർ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടാവും. ആ സമയത്ത് എന്റെ മറ്റു ലീഡേഴ്സ് ആയില്ല, ഐഷാമൻ നജീസ് എനിക്ക് അറിയ പോലും ഇല്ല അവരൊന്നും ഉണ്ടോ ഇല്ല എന്ന് പോലും. അങ്ങനെയാണ് ഞാൻ എന്റെ തുടക്കം. അങ്ങനെ ഒരു 1.25 വർഷമാണ് ഞാൻ TC ഉള്ള റാങ്കിൽ എത്തിയത്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ പഠിച്ചിരിക്കുകയായിരുന്നു, എനിക്കൊരു പ്രയാസമില്ലാതെ ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ എന്റെ കരിയർ മുന്നോട്ട് പോയി. അതിനുശേഷം പിന്നെ ആ സമയത്തിന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാല് ആ കൊറോണ വന്ന സമയത്താണ് ആ ബിസിനസ് ശക്തമായി സ്റ്റാർട്ട് ചെയ്തു. അവിടെ അന്നൊക്കെ ഞങ്ങളൊക്കെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാല് 35,000-55,000 ആണ്. അതായത് നമ്മളെ ഗേറ്റ് ലീഡേഴ്സ് പിന്നെ CTC സുരേഷ് സാർ പറയാറുണ്ട്, ഒരു 10,000 രൂപ ഒരു വ്യക്തി കൊണ്ടുവന്നിട്ട് സാർ എന്നോട് പറഞ്ഞു അത് വാങ്ങണ്ട, 35,000 ഉണ്ടെങ്കിൽ വാങ്ങാൻ മതി. അങ്ങനെ തന്നെ അന്നൊക്കെ ബിസിനസ് ചെയ്തിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, അതൊക്കെ എനിക്ക് അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അന്ന് ഒരു പിന്നെ ആ കൊറോണ കുറഞ്ഞ സമയത്താണ് ആഴ്ച ഒരു 17,500 എന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. പല ആളുകൾക്കും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒരു സ്ട്രഗ്ലിംഗ് ഉള്ള സമയത്ത് എനിക്ക് ആ ക്യാഷ് വന്ന സമയത്ത് വളരെ സന്തോഷമായി. കാരണം എന്തായാലും എന്റെ വർക്കേഴ്സ് ആയിട്ടില്ല, എന്റെ ഒരുപാട് നിലവില് ഇലക്ട്രീഷ്യൻ മാർക്കറ്റിൽ വർക്കേഴ്സിന് ഒരുപാട് ആശ്വാസമായി ആ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ. ഞാൻ എന്റെ കൂടെ പറ്റുന്ന വിധത്തിൽ എന്നൊരു കിറ്റിന്റെ കാലഘട്ടമുള്ളൂ. അങ്ങനെ അതൊക്കെ എനിക്ക് ഒരുപാട് കുറച്ചെങ്കിലും സഹായിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. പിന്നെ വീണ്ടും കൊറോണ വന്നു. ആ സമയത്തേക്കും ഞാൻ എന്ത് ചെയ്തു, ടീമൊക്കെ സെറ്റായി വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ലെവലിൽ പോയി. ആ സമയത്ത് തന്നെ ഏകദേശം ഒരു 1.25 വർഷം കൊണ്ട് TC ആയിട്ടുണ്ടെങ്കിൽ, പക്ഷെ ടീം സെറ്റ് ആയ സമയത്ത് 3 മാസം കൊണ്ട് ATC ആയി. വീണ്ടും ഒരു 3 മാസം കൊണ്ട് DTC ആയി. പിന്നെ ഒരു ZTC ആകാൻ വേണ്ടി എനിക്കൊരു 12 മാസം എടുക്കേണ്ടി വന്നു. അതിനുശേഷം 20 മാസം കൊണ്ട് STC ആയി. ഇങ്ങനെ കയറി ഇപ്പൊ എന്തായാലും അൽഹംദുലില്ലാഹ് ആർട്ടിസ്റ്റ് ലെവലിൽ എത്തി. അതൊക്കെ എന്റെ ഒരു കഴിവോ എന്റെ ഒരു ബുദ്ധിയോ ഒന്നുമല്ല, എല്ലാവരുടെയും ഒരു പ്രയത്നവും ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ സപ്പോർട്ടും മാത്രമാണ്. അപ്പൊ എനിക്ക് ഇതിൽ കേൾക്കുന്ന പുതിയ ആളുകൾക്ക് പറയാനുള്ളത്, ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധി എന്തായാലും ഉണ്ടാവും. മാത്രമല്ല നമ്മൾ കളിയാക്കാനും നിരുത്സാഹപ്പെടുത്താനും അത്തരത്തിൽ ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഇതല്ല എന്റെ ഫ്യൂച്ചർ, അതിലൊന്നല്ല, അല്ലെങ്കിൽ ഇന്നെ സഹായിക്കേണ്ട ആളുകൾ ഇതൊന്നല്ല എന്നുള്ള ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാം. അത് മാത്രം എനിക്ക് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാല്, നമ്മൾ പറയാറുണ്ട് എന്റെ ചങ്കാണ് അവന്, എന്റെ ചങ്കാണ് അവര്, എന്റെ വീട്ടിലെ എന്റെ കുടുംബക്കാർ അങ്ങനത്തെ ഒക്കെ പറയും. പക്ഷെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നല്ലൊരു ആശയം നമ്മൾ കൊണ്ടുചെന്ന സമയത്ത് അത് സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാല് ഇവരൊന്നും ശരിയായ ചങ്കല്ല എന്നുള്ളത്. അങ്ങനെ എന്നെ കൂടെ എല്ലാറ്റിനും കൂടെ നിന്ന ആളുകൾ പിന്നെ എന്നെ കുറ്റപ്പെട്ടാൻ തുടങ്ങി, നിരുത്സാഹപ്പെട്ടാൻ തുടങ്ങി. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ പറ്റി പലതും പറയാൻ തുടങ്ങി. അതൊക്കെ ഞാൻ പിന്നീട് ഇങ്ങനെ മനസ്സിലാക്കി. പക്ഷെ അതിന്റെ ഞാൻ പതുക്കെ ആ ടീമിനെ എന്റെ ആ കുറ്റപ്പെട്ട ടീമിനെ ഞാൻ മാറ്റി ചിന്തിച്ചു. ഞാൻ ഞാൻ തീരുമാനം എടുത്തു, എന്തായാലും ഇവരെ മുമ്പിൽ വിജയിച്ച് കാണിക്കാതെ എനിക്കൊരു രക്ഷയില്ല, ചെയ്തേ പറ്റുള്ളൂ. ആ വാശിയോട് കൂടിയാണ് എന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതിനിടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇത് സ്ട്രഗിളിങ് പ്രയാസങ്ങളും പിന്നെ സാമ്പത്തികമായിട്ടായിക്കോട്ടെ നമുക്ക് അറിയാൻ പറ്റും. അതായത് സർവശക്തൻ നമുക്കൊരു അവസരം തരുന്ന സമയത്ത് നമ്മൾ ശരിക്കും പരീക്ഷിക്കും. ആ ഒരു പരീക്ഷണം ചെറുതല്ല, വലിയ പരീക്ഷണം. സാധാരണ അതുവരെ അടിച്ചു പൊളിച്ച് പിന്നെ ബിസിനസ്സും അല്ലെങ്കിൽ ബിസിനസിന് മുമ്പിൽ ഞാൻ ചെയ്തിനാവില്ല. പിന്നെ ഇതിൽ വന്ന സമയത്ത് കുറച്ച് പ്രയാസങ്ങളൊക്കെ വന്നു. അത് ഇത് മാത്രമായ സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഏതായാലും ലെവലിൽ എത്തിയ ശേഷം ഈ ഒരു പ്രയാസങ്ങളൊക്കെ എന്ത് ചിന്തിക്കേണ്ട വെച്ചാൽ അതൊക്കെ നമുക്ക്, അതായത് ഒരു വ്യക്തിക്ക് 2,10,000 കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ആ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളത് ശരിക്കും പരീക്ഷിക്കും. അപ്പൊ ആ ഒരു പരീക്ഷണത്തിൽ ആരാണ് വിജയിക്കുന്നത് അവരാണ് ഇതിൽ വിജയിക്കുന്നത്. നമുക്കറിയാൻ പറ്റും എല്ലാ ഭാഗത്തും 80-20 പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ ശരിക്കും നമ്മൾ പാലിക്കുക. പിന്നെ പല ആളുകളും ഈ ഇതിൽ പരാജയം നിർത്തിപ്പോകാൻ കാരണം ഒന്നാമത് മടിയന്മാരായിട്ടാണ്. ഞാൻ അതേ പറയുള്ളൂ, മടിയന്മാരാണ്. പിന്നെ പ്രവർത്തിക്കാനുള്ള കഴിവില്ലാത്ത, അതായത് കഴിവ് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ആവശ്യം, ഒരു പർപ്പസ് നമുക്ക് ഉണ്ടാവുന്നതിൽ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത്. മാത്രമല്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ബിസിനസിന്റെ പിന്നെ സാധ്യത എന്താണ് എപ്പോഴും മനസ്സിലാക്കണം. മാത്രമല്ല ഇതിന് വേണ്ടി ഒരു നല്ലൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് സക്സസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും, പിന്നെ ഇന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പല ആളുകളും പിന്നെ നിർത്തി പോകുന്നുണ്ട്, പല പറയുന്നവർ പ്രവർത്തിക്കൂല. അതായത് ഇതിന്റെ അതായത് സാധാരണ എല്ലാം പറയുന്നത് വെച്ചാല് നമുക്ക് കോപ്പി സ്കൂളിൽ നമ്മൾ പറയുന്നത് കോപ്പി അടിക്കരുത് എന്നാണ്. പക്ഷെ ഇവിടെ എന്താ പറയുക, കോപ്പി അടിക്കാനാണ്. പക്ഷെ ഇവിടെ പല ആളുകൾ സ്വന്തം ഇഷ്ടത്തിന് ബിസിനസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പല കൊളാക്കിയിട്ട്. അങ്ങനെ മാർക്കറ്റ് ഫുള്ള് നെഗറ്റീവ് ആണ് എല്ലാം. എന്നാലും എന്ത് ചെയ്യാ, നമുക്ക് പിടിച്ച. പിന്നെ മാത്രം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റൊക്കെ ഒരുവിധം ആദ്യമൊക്കെ എന്താണ് നെറ്റ്വർക്ക്, എന്തും അണിച്ചതിനാണ് ചങ്ങല
പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കൊറോണ സമയത്തൊക്കെ കോഴിക്കോടാണ് നമുക്ക് ഓഫീസുള്ളത്. ഈ കോഴിക്കോട് പോകുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്ക് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത് പാഷൻ പ്ലസ് ബൈക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കൊറോണ സമയത്തൊക്കെ പ്രൊഡക്റ്റ് കൊണ്ടുവരണമെങ്കിൽ ഒരു വലിയൊരു വാഹനം നിർബന്ധം, 4 വീലർ മസ്റ്റ് ആണ്. അതൊന്നും ഇല്ലാതെ ഒരു പ്രയാസം നല്ലോണം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെയൊക്കെ ആ സമയത്തൊക്കെ ടോക്കൻ, അതായത് ഒരു 8 മണി 8:01 ആ മിനിറ്റിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്ക് ടോക്കൻ കിട്ടുള്ളൂ. അതും ഒരു ദിവസം ആകെ 20 ടോക്കനെ കൊടുക്കുള്ളൂ. അപ്പൊ ഈ 20 ടോക്കൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ചില സമയത്തൊക്കെ പിന്നെ അവിടെ പോയിട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന രാത്രിയാവും. കാരണം എന്താ വെച്ചാല് നമ്മള് ഒരു 1-2 ലക്ഷം രൂപയുടെ ബില്ലുമായിട്ടാണ് നമ്മൾ ഓഫീസിൽ പോവുക. ഈ ഓഫീസിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്റ്റോക്ക് ഔട്ട് വരാം. അപ്പൊ ഈ സ്റ്റോക്ക് ഔട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി പിന്നെയുള്ള പ്രയാസങ്ങൾ, അങ്ങനെ ഒരുപാട് പിന്നെ എന്താ പറയാ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഒരുപാട് നമ്മൾ ഈ ബിസിനസ്സിൽ അനുഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നെ കുറച്ച് ലീഡർഷിപ്പ് വന്ന സമയത്ത് വണ്ടി പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ കയ്യിൽ വണ്ടി ഇല്ലാത്തൊരവസ്ഥ വന്നു. ആ സമയത്താണ് ഞാനൊരു ലത്തീഫ് തീരുമാനത്ത് എന്തായാലും ഒരാളെ ആശ്രയിച്ച് കാര്യമില്ല, ഒരു സെക്കൻഡ് വണ്ടി തന്നെ വാങ്ങണം തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ആ പാഷൻ പ്ലസിൽ നിന്ന്, അതുപോലെ ആ സമയത്ത് തന്നെ ഈ കൊറോണയുടെ മുമ്പ് തന്നെ എനിക്ക് എന്റെ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചാലക്കുടി ടീം വന്നു. ചാലക്കുടി ടീം വന്ന സമയത്ത് അങ്ങോട്ട് പോകാൻ എന്റെ ഈ പാഷൻ പ്ലസ് നടക്കൂലെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്റെ സുഹൃത്തിനോട് യൂണിക്കോൺ ബൈക്ക്, അത്യാവശ്യം സൗകര്യമുള്ള വണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രയാസമല്ല ഓട്ടാൻ പറ്റുന്ന വണ്ടി, അത് ചോദിച്ചു. ഒരു പ്രാവശ്യം തന്നു. രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു പറഞ്ഞ് എനിക്ക് അത്യാവശ്യം ഉണ്ട്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്താണ് എനിക്ക് തോന്നിയത് എന്തായാലും അവനാന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊരു കാര്യമുള്ളൂ, അല്ലാതെ ഒരാളെ കയ്യിൽ ഒരാളെ കൈമേൽ ഉറങ്ങിയാൽ ഉറക്കം വരില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ചെയ്തു, ഞാൻ ആ ബൈക്ക് കൊടുത്തിട്ട് യൂണിക്കോൺ വാങ്ങി. ആ യൂണിക്കോൺ വഴി ഞാൻ കുറച്ചു കാലം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോഴാണ് ഈ തുടക്ക സമയത്ത് ഉണ്ടാകുന്ന ആളുകൾ, അതായത് അതിന്റെ എന്റെ ലീഡേഴ്സിന്റെ ഒക്കെ വാഹനങ്ങളുള്ള ആളുകളായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റി വെച്ചാൽ അവര് വാഹനത്തിൽ പോയി. പിന്നെ അവരെ വിട്ടുപോയ സമയത്ത് എനിക്ക് പുറത്ത് കൊണ്ടുവരാനോ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾ ഇപ്പൊ പുതിയ വന്ന ആള് ഭാഗ്യം എന്താ വെച്ചാല് ഈ GTS പ്രോഗ്രാം മലപ്പുറത്ത് വന്നു എന്നുള്ളതാണ്. അതുപോലെ BOP സ്റ്റാർട്ട്. പക്ഷെ നമ്മളൊക്കെ ഇന്ത്യക്ക് തുടക്ക സമയത്ത് ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ച നാളന്ത ഓഡിറ്റോറിയം കോഴിക്കോടാണ് ഞാൻ പ്രോഗ്രാമിന് ഞങ്ങൾ പോയിരുന്നത്. ആ സമയത്തൊക്കെ നിശാന്ത് സാർ ഒരു പിന്നെ എന്താ പറയുക 10 മണിക്ക് തന്നെ വരും. 10 മണിക്ക് ഞങ്ങൾ എല്ലാവരും ഒരു 3-4 വണ്ടിയിൽ എല്ലാ ചൊവ്വാഴ്ചയും കോഴിക്കോട് ഞങ്ങൾ പ്രോഗ്രാം പോവാ. പക്ഷെ ഇന്നുള്ള ആളുകൾക്ക് എന്തായാലും മുറ്റത്ത് BOP ആയാലും എല്ലാവർക്കും വരാനൊരു മടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ മടിയൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ ഏരിയയിൽ അവര് സ്റ്റാഫ് ആ സമയത്ത് നമ്മളെ ബെൽനിസാർ അങ്ങനെ ഒരുപാട് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസും അത് വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ആ സ്റ്റേജിന്മേൽ കയറുക എന്നുള്ളതൊക്കെ. അതായത് എനിക്കൊരു ഇപ്പോഴും എന്റെ മനസ്സിൽ മായാത്തൊരു മുഖമാണ് ഒരു 80 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തി TC ആയി കയറിയത്. അപ്പൊ എനിക്ക് തോന്നിപ്പോയി, പഠിച്ചോ എന്താണ് ഇത്രയും വലിയൊരു സംഭവത്തിൽ ഇത്രയും വയസ്സുള്ള വ്യക്തിക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിച്ചില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളൊക്കെ എന്റെ മനസ്സിൽ ഒരുപാട് ആ സമയത്ത് ഓടിപ്പോയിട്ടുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെയാണ് എന്റെ കയറി ഇങ്ങനെ വന്നത്. അങ്ങനെ ഒരുപാട്, അതായത് ഇന്നുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ശരിക്കും വന്ന് ഉണ്ടായിരുന്നില്ല. അതിലും പ്രയാസമായി നമ്മൾ അപ്ലൈ ലീഡേഴ്സ്. ഇപ്പൊ നിശാന്ത് സാറും അത് വരുന്ന സമയത്ത് കോയമ്പത്തൂർ പോയിട്ടൊക്കെയാണ് പ്രൊഡക്റ്റ് എടുത്തിരുന്നത്. ഇതൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഭാവി ഇപ്പൊ ഏകദേശം 2030 കൂടി തന്നെ ഓരോ 10 കിലോമീറ്റർ നമ്മുടെ ഓഫീസിൽ വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ അടിസ്ഥാനം എന്താ വെച്ചാൽ അത്രയും വളർച്ചയാണുള്ളത്. അപ്പൊ ശരിയായി മനസ്സിലാക്കിയ ഈ ഒരു ബിസിനസ് സാധ്യത എന്താണെന്നുള്ളത്, പിടിച്ചു നിൽക്കുക, ഇടിച്ചു കയറാൻ പറ്റും. മാത്രമല്ല ഈ ബിസിനസ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലേൺ ഡു ടീച്ച് ആണ്. നമുക്ക് എനിക്കറിയില്ല, കഴിയില്ല, പറ്റില്ല എന്ന് മാറി നിന്നാൽ അതിന്റെ നഷ്ടം ആ വ്യക്തിക്ക് മാത്രമായിരിക്കും. ഇപ്പൊ എന്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് ആണെങ്കിൽ എന്റെ ഒരു ആഗ്രഹം പിന്നെന്താ ഒരു MBA എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായി. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ആ തുടക്ക സമയത്തൊക്കെ പിന്നെ ട്രെയിനിങ് എനിക്ക് ഇടവണ്ണ ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റും. അങ്ങനെ എന്റെ ടീമിനൊക്കെ കൂട്ടിയിട്ട് ഞാൻ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടൊക്കെയാണ് ഓരോ ടീമും ഡെവലപ്പായി വന്ന സമയത്ത്. അതുപോലെ തന്നെ അതൊക്കെ വലിയ പ്രതിസന്ധികൾ എന്ന് വെച്ചാൽ ഒരു RTP വയനാട് നടക്കുന്ന സമയത്ത് ഞാൻ എന്റെ ടീമിൽ നിന്നും പിന്നെ എന്റെ ഓർഗ് 1 നിന്ന് ലത്തീഫ് ഉസ്താദിനെയും അതുപോലെ ഓർഗ് 2 നിന്നും സന്ധ്യാമത്തിനും കൊണ്ടുപോയി. ആ സമയത്ത് ലത്തീഫ് ഉസ്താദിന്റെ ഒരു 72ഓളം പിന്നെ എന്താ പറയാ മൂല്യന്മാർ, അതായത് പള്ളിയിലൊക്കെ മദ്രസയൊക്കെ ജോലി ചെയ്യുന്ന അത്ര ആളുകൾ ഉസ്താദുമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നു. പക്ഷെ ഞങ്ങൾ RTPക്ക് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്നു. ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്നു, നെഗറ്റീവ് മെസ്സേജ് ആയിരുന്നു. അത് എല്ലാവരും ചർച്ച ചെയ്തു. അങ്ങനെ ആ ഒരു 72 ഒലിച്ചു പോയിട്ട് പോലും പിന്നെ ലത്തീഫ് സാർ ഞാൻ പറഞ്ഞു, സാറേ നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോ ആ ടീമൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ, അത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് അന്ന് പിന്നെ അഭിമാനത്തോടെ പറയാൻ പറ്റും. അന്ന് STC ആയി എന്റെ ടീമിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ അഭിമാനമാണ് അത്യുസ്ഥാനൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ. അപ്പോ അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് എന്റെ കട്ടക്ക് നിന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ കൂടെ നിന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ സംസാരിക്കാനുണ്ട്. എന്തായാലും
തീർച്ചയായിട്ടും ഇത്തരം പ്രയാസങ്ങൾ ഇല്ലവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ എന്താ നിങ്ങൾ വിശ്വസിക്കുക, ഈ ബിസിനസ്സിൽ വിശ്വസിക്കുക, ഈ SBG നിങ്ങൾ വിശ്വസിക്കുക, നമ്മൾ ലീഡേഴ്സിൽ വിശ്വസിക്കുക. മാത്രമല്ല നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമ്മൾ അധികം ആളുകളും ജോയിൻ ചെയ്യുന്നത് വാടാ പോടാ ടൈംസ് ആയിരിക്കും. ഈ വാടാ പോടാ ടൈംസിനെ സംബന്ധിച്ച് ചിലപ്പം തൊഴിലൊക്കെ കൈയിട്ട് നടക്കുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കൊടുക്കില്ല. അതായത് ഈ കൊണ്ടുവന്ന വ്യക്തിക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കില്ല. അവന് അത് ഷുക്കൂർ അല്ലേ, അല്ലെങ്കിൽ സലീം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ഒരിക്കലും അങ്ങനെ ചെയ്തു പോയത് നമുക്ക്. കാരണം ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി എന്ന ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ബിസിനസ് നമ്മളെപ്പം പറയാറുണ്ടല്ലോ. അപ്പൊ ഈ ബിസിനസിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ആ ഒരു കയ്യൊപ്പുള്ള ബിസിനസ് തന്ന വ്യക്തിനെ ഏതൊരു വ്യക്തിയായി നമ്മൾ ആദരിച്ചേ പറ്റുള്ളൂ. ശരിക്കും ആദരിച്ചിട്ട് എന്ത് ചെയ്യണം, അത് ആ വ്യക്തിനെ നമുക്ക് എപ്പോഴും സ്തുതിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, അതായത് ഈ കൊണ്ടുവന്ന വ്യക്തി ആരായിക്കോട്ടെ, ആ വ്യക്തിന്റെ ഒരു പേര് എടുത്തു പറയണം. അത് മാത്രമല്ല അതിന് വാല്യൂ കൊടുക്കണം. അവിടെ വാടാ പോടാ ടൈംസ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ സാറിന് തന്നെ പറയാം. ആ രീതി അത് പറഞ്ഞ് വൈഫ് ആയിക്കോട്ടെ മാഡം എന്ന് പറയണം. അങ്ങനെ ഒരു പരസ്പരം ബഹുമാനിച്ചും ചെയ്യേണ്ട കാര്യം തന്നെയാണിത്. അത് മാത്രമല്ല നമ്മൾ ഇത് വഴി കാണിച്ചിരുന്ന ആളുകൾ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. വളരെ എന്താ ബഹുമാനത്തോടെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. അത് എനിക്കൊരു റിക്വസ്റ്റ് ആണ്. കാരണം അങ്ങനെയാണ് ഇതിന്റെ കാര്യം. ഇതിന്റെ വാല്യൂസ് ഇപ്പൊ ഈ പുതിയ വന്ന വ്യക്തികൾക്ക് പറയാനുള്ളത്, ഇതിന്റെ വാല്യൂ എത്രത്തോളം നിങ്ങൾക്ക് അറിയില്ല. എത്രത്തോളം അല്ല, നമുക്ക് എല്ലാവർക്കും കഴിവ് വെച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, കഴിവുള്ള ആളെ നമ്മൾ സഹായിക്കാനുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ വിജയങ്ങൾ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താ വെച്ചാല്, നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ ലേസിനെസ് ആണ്, മടി. ഈ മടി എന്ന സംഭവത്തിൽ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. മാത്രം എനിക്കൊരു അതുമാതിരി എന്താ പറയാ, ഈ കണക്ക് കൂട്ടലുകളൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായി എഴുതാനും കുത്താനൊക്കെ. പക്ഷെ ഇവിടെ അതൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് സന്തോഷം എന്താ വെച്ചാൽ നമ്മുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തു, എത്ര വന്നു പോയി, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അത് കാണുമ്പോൾ. എനിക്ക് വെച്ചാല് എനിക്കൊരു കൃത്യമായിട്ട് ഏറ്റുകുത്താൻ അത് എല്ലാവരും ഭാഗ്യല്ലേ. ശരിക്കും ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടാവും. ഒരു ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ മാത്രമല്ല, നമുക്ക് അതിന്റെ ഒരു പ്രയാസങ്ങൾ, അതുപോലെ ഒരുപാട് ബുദ്ധി. പക്ഷെ ഈ ബിസിനസ് ഇത്രയും സിമ്പിൾ ആയിട്ട് ലോകത്ത് ചെയ്യാവുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഈ മൈ ലൈഫ് അല്ലെങ്കിൽ ടാക്സിൽ മാത്രമാണ്. എന്ത് ചെയ്യാ, നിങ്ങൾക്ക് നമുക്ക് അഭിമാനിക്കാൻ പറ്റും അത്തരത്തിലൊരു സംഭവം എത്തിപ്പെട്ടു എന്നതിൽ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു ക്ഷമ മസ്റ്റാണ് ഈ ബിസിനസ്, പേഷ്യൻ. അതായത് ഈ ബിസിനസ് നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്ലാൻ കൊടുത്തിട്ട് ഞാനൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ രജിസ്റ്റർ വാങ്ങാൻ പറ്റാതാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്ത് ഒരാൾ പോലും വന്നില്ല. അപ്പൊ എന്താ, അതൊക്കെ ഒരു പരീക്ഷണമാണ്. ഇപ്പൊ ഏത് പരീക്ഷണങ്ങളും നേരിടാൻ വേണ്ടിയാ ഒരു ക്ഷമ അനിവാര്യമാണ്. അതായത് ഖുർആനിൽ പറയും ഇന്നുള്ള മാസ്വാബരി എന്നറിയില്ലേ. അപ്പൊ അത്തരത്തില് ആ ക്ഷമ നമുക്ക് നിർബന്ധമാണ് ഈ ബിസിനസ്സിൽ. അതില്ലാത്ത ആളുകളാണ് തീർച്ചയായിട്ടും ഈ ബിസിനസ് വിട്ടുപോകുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമയോട് കൂടി എത്ര പ്രതിസന്ധി വന്നാലും എത്ര ആള് വന്നാലും പോയാലും അത് വരും. അത് ഇതിന്റെ സിസ്റ്റാണ്. കുറെ ആൾക്കാർ വരും, കുറെ ആൾക്കാർ മനസ്സാർ പറയാണ്ട് നമുക്ക് ആറ് വാങ്ങാൻ വേണ്ടി കുറെ ആൾക്കാർ വരും, അവര് പോകും. പിന്നെ വീട് വെക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ബീവി തരും, അവര് പോകും. പക്ഷെ അപ്പോഴൊക്കെ ഇങ്ങനെ ഇതിൽ വിശ്വാസത്തോടെ പിടിച്ചു നിന്ന ആൾക്കാർ വിജയിച്ചു. അപ്പൊ ആ ക്ഷമ പേഷ്യന്റ് മസ്റ്റാണ് ഈ ബിസിനസ്സിന്. അതില്ലാത്തവരൊന്നും ഈ ബിസിനസ്സിന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് പരാജയം. അവരില്ല, ഒരു ക്ഷമയോട് കൂടി നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും അത് തരണം ചെയ്യാൻ എനിക്ക് കഴിയും, സാധിക്കും എന്നൊരു വിശ്വാസത്തോട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ക്ഷമ അതിന് പ്രധാന ഘടകമാണ്. നമ്മൾ നിർബന്ധിച്ചും എന്ത് ചെയ്യാൻ പാലിച്ചു പറ്റും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി. നമ്മളൊരു വ്യക്തിയിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടതെന്ന് അറിയാം, ആ ഒരു പങ്ക്ച്വാലിറ്റിയാണ്. പറഞ്ഞ സമയത്ത് എത്തുക, പറയുന്നത് ചെയ്യുക, ചെയ്യുന്നത് പറയുക. അതൊരു പ്രധാന ഘടകമാണ് ഈ ബിസിനസ്സിൽ. അത് നമ്മൾ പല ആളുകളും പറയാറുണ്ട്, ഒരു 9 മണിക്ക് മീറ്റിംഗ് വെച്ചാലാണ് 10 മണിക്ക് കയറി വരുന്നത്, 11 മണിക്ക് കയറി വരുന്നത്. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനൊരു തീരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഏതൊരു പ്രോഗ്രാം കൃത്യസമയം പാലിച്ചുകൊണ്ട് അത് എത്തിച്ചേരാറുണ്ട്. അത് എന്തായാലും ഞാൻ അഥവാ 10 മിനിറ്റ് വൈകി ഞാനൊരു 10 മണിക്ക് ചെല്ലാൻ ഉദ്ദേശിച്ചെങ്കിൽ ഒരു 10 വൈകി പറയും 10:10 ആകുമ്പോഴേ ഞാൻ എത്തുള്ളൂ ഒരു മുൻകൂർ ധാരണ കൊടുക്കും. അതൊന്നുമില്ല. പല ആളുകളും എന്ത് ചെയ്യാ, തോന്നിയ പോലെ വരിക, തോന്നിയ പോലെ പോലെ. അതൊന്നും ഈ ഒരു ബിസിനസ്സിനോ ഒരു ബ്യൂട്ടിക്കോ നല്ലതല്ല. നമുക്ക് ചിന്തിച്ചാൽ ഈ ലോകത്ത് വിജയിച്ച എല്ലാ ആളുകൾക്കും പങ്ക്ച്വാലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പങ്ക്ച്വാലിറ്റി ബിസിനസ് മസ്റ്റാണ്. അതില്ലെങ്കിൽ പല ആളുകൾക്കും പരാജയപ്പെടും. അപ്പൊ നിങ്ങൾ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധിയെങ്കിലും പറഞ്ഞ സമയം പാലിച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നമ്മളെ നോക്കി കാണുന്ന ആളെന്ന് പറഞ്ഞാൽ ആരറിയോ, ദൈവമാണ്, സർവശക്തനാണ്. അദ്ദേഹത്താണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്, അദ്ദേഹം നമ്മളെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അപ്ലയൻസിനോടും പാർട്ട്നേഴ്സിനോടും ഒക്കെ എന്തൊക്കെ കള്ളം പറഞ്ഞാലും ശരി, അത് കാണുന്ന ഒരാളുണ്ടെന്ന ഉത്തമ ബോധത്തോടെയാണ് പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യാ, ഒരു നുണ പറയാതെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 100% സക്സസ് ഉണ്ടാവും. അതല്ല ഇതിൽ വെള്ളം ചേർത്തിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ആ വെള്ളം ചേർത്ത ആ വണ്ടി ഞങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. 100% എന്ത് ചെയ്യാ, വിശ്വാസത്തോട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ശക്തമായ വിജയങ്ങൾ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ അതായത് എനിക്ക് തുടക്ക സമയത്ത് എന്റെ മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് വലിയ വലിയ ഹോട്ടലുകളിലെ
നമുക്കറിയാൻ പറ്റും എറണാകുളത്തുള്ള പ്രോഗ്രാമിനൊക്കെ എത്തിപ്പെടാൻ സാധിച്ചതും അവിടുത്തെ ഫുഡും ആ ആസ്വാദനമൊക്കെ ചെറിയ കാര്യമൊന്നുമില്ല. ഈ ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ പോകുമായിരുന്നു? മാത്രമല്ല പൈസ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊന്നും ആ ഒരു ഏരിയക്ക് പോകില്ല. എന്താണ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ, അതേപോലെ ഗ്രാൻഡ് ഒരുപാട് ഹോട്ടലുണ്ട്, അവിടെയൊക്കെ പോകാൻ സാധിച്ച ഈ ബിസിനസ് വന്നതുകൊണ്ട്. അതുപോലെ ഒരുപാട് ഗുണങ്ങൾ എന്റെ ടീമിക്ക് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല എന്റെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നുണ്ടോ, ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാല് ഞാനൊക്കെ എന്താ പറയാ ഒരു മൈക്ക് പിടിക്കാൻ കൂടെ കഴിയില്ല. മാത്രമല്ല ഒരു 10 ആളെ മുമ്പിൽ 2 ആളെ മുമ്പിൽ സംസാരിക്കാൻ കഴിയാത്ത വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ എന്ത് SBG നമ്മളെ മാറ്റിയെടുത്തു. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഈ ബിസിനസ്സിൽ പറയാൻ പറ്റും, ചെറിയൊരു കോഴ്സ് ചെയ്യണമെങ്കിൽ പോയി ലക്ഷങ്ങളാണ് ചെലവ്. മനസ്സിലാക്കുക, ഇവിടെ 1 രൂപ ചെലവില്ലാതെ നിങ്ങൾക്ക് എല്ലാം ട്രെയിൻ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യല്ലേ. അപ്പൊ ഇതൊന്നും ശരിയായി ആരും മനസ്സിലാക്കില്ല സത്യം. അപ്പൊ എന്താ, ബി സീരിയസ്. നിങ്ങൾ സീരിയസ് ആയി ചിന്തിക്കുക, പ്രവർത്തിക്കുക. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇവിടെയൊക്കെയാണ് വിജയങ്ങൾ ഉണ്ടാവുള്ളൂ. ഇന്ന് എനിക്ക് ഒറ്റ കാര്യങ്ങളോട് പറയാനുള്ളൂ, ഈ ഒരു ബിസിനസ് വിട്ടുപോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തീരാ നഷ്ടമായിരിക്കും. നിങ്ങൾക്ക് ബിസിനസ്സിൽ വരുമാനം മാത്രമല്ല, നിങ്ങൾ ആരോഗ്യപരമായിട്ടും പിന്നെ എന്താ പറയാ റെക്കഗ്നേഷൻ പരമായിട്ടും നമ്മൾ പേഴ്സണാലിറ്റി ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ചേഞ്ചസ് ഉണ്ടാകാൻ ഇന്ന് ലോകത്തെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ മേഖലയാണ് ഈ ആശയം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശരിയായി ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയ വിജയം ഉണ്ടാകാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ പങ്ക്ച്വാലിറ്റി. ഈ പങ്ക്ച്വാലിറ്റി നിങ്ങൾ പ്രത്യേകം പാലിക്കേണ്ടതാണ്. ഒരു വിശ്വാസം വേണം. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ കൂടെ നമുക്കൊരു ഒരു കൂടെ നമ്മൾ വ്യക്തി നിൽക്കണമെങ്കിൽ ആദ്യം എന്താണ് വിശ്വാസമാണ്. അതിന് വേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ചെയ്യാന്നുള്ളതും ചെയ്യുന്നത് പറയാന്നുള്ളതാണ്. അത് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ് എന്താ പറയുക പ്രയോറിറ്റി. എനിക്കറിയാൻ പറ്റും ഈ ബിസിനസ്സിൽ ഞാൻ പിന്നെ സീരിയസ് ആയ ശേഷം ഞാൻ 1-ാം സ്ഥാനം ഈ ബിസിനസ് കൊടുത്തത്. എന്റെ പല വീട്ടിലത്തെ കാര്യങ്ങളായിക്കോട്ടെ, കല്യാണ കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഞാനൊക്കെ മാറ്റി വെച്ചിട്ടാണ്. അതായത് ഒരു പ്രോഗ്രാമോ ഒരു ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അതിന് ഞാൻ മുൻഗണന കൊടുക്കും. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മളെ ലീഡേഴ്സോ പാർട്ട്നേഴ്സോ എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്നെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ ആദ്യം മുൻഗണന കൊടുക്കും. പക്ഷെ പല ആളുകളും എന്ത് ചെയ്യാ, അന്നത്തെ പോലെ തന്നെ എന്നും കല്യാണമാണോ അതിന് പോകും, സൽക്കാരാണോ അതിന് പോകും, അല്ലെങ്കിൽ കുടിരിക്കലാണോ അതിന് പോകും. പോകണ്ടെന്ന് പറയില്ല, പക്ഷെ ഇവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് മുൻഗണന കൊടുക്കണം. ഇങ്ങനെ പോവാം. അതായത് ഏതൊരു കാര്യത്തിൽ നമ്മൾ എന്തിനാണോ ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനാണ് മുൻഗണന കൊടുക്കുന്നത്, അതിനാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക മനസ്സിലാക്കുക. പക്ഷെ പല ആളുകളും ഇതിന് നമുക്കറിയാൻ പറ്റും, ഒരു SBG ഏകദേശം നോക്കിയ ഒരു ആവറേജ് 40 ആണ് നമ്മളെ എല്ലാ മെമ്പേഴ്സും, ആവറേജ് 40. അപ്പൊ അവരൊക്കെയാണ് ജീവിതത്തിൽ പല മേഖലയിലും പ്രവർത്തിച്ചതാണ്. അത് മാത്രം തന്നെ അവരൊക്കെ എത്രയോ കല്യാണങ്ങളും കുടികൾ കൂടിയതാണ്. ഇനി ഒരു 2 to 5 വർഷം ഈ ഒരു ബിസിനസ് വേണ്ടി മാറ്റി വെച്ചുകൂടെ? നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും മാറ്റി വെക്കും. ഞാൻ അതാ പറയുന്നത്. അപ്പൊ സീരിയസ് ആയി ചെയ്യാം. അപ്പം ഇതില് എന്താ പറയാ പ്രയോറിറ്റി, നിങ്ങൾ ഇന്ന് എന്തിനാണോ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുക. അപ്പൊ എനിക്കറിയാം പല കുട്ടികളെ കൊണ്ടാക്കണം സാറേ, കുട്ടികളെ കൊണ്ടുവരണം സാറേ, അങ്ങോട്ട് കൊണ്ടുപോകണം സാറേ, ഇതൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങളൊരു ഗൾഫിലാണ് വിചാരിച്ചോ, നിങ്ങൾ ഗൾഫിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ ചെയ്യൂലേ? അപ്പൊ അവരോട് പറയാ ഒരു 2 to 5 വർഷം പിന്നെ നിങ്ങൾ തൽക്കാലം പരീക്ഷിക്കരുത്, എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ വരുള്ളൂ എന്ന് പറയും. അത് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ മനസ്സിലാക്കുക എന്തിന്റെ അടി സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വാല്യൂ ഉണ്ടാവും. സാമ്പത്തികം ഇല്ലെങ്കിൽ എന്താ പണമില്ലാത്ത പിണം നേടില്ലേ? അങ്ങനെയാണ് ഇന്ന് നമുക്കറിയാം. നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമുക്ക് വിജയിക്കാനുള്ള നല്ലൊരു അവസരം. അപ്പൊ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക, മുൻഗണന കൊടുക്കുക. ഈ ബിസിനസ് 1-ാം സ്ഥാനങ്ങൾ കൊടുക്കുക, 2-ാം സ്ഥാനങ്ങൾ ഫാമിലി കൊടുത്തോ, 3-ാം സ്ഥാനം കൊടുത്തോ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഏതിനാണോ പ്രയോറിറ്റി അത് വിജയിക്കുന്നുണ്ടാവും. പത്രത്തിൽ ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ വേണ്ടത് ഒരു പർപ്പസ് ആണ് വേണ്ടത്. പർപ്പസ് എന്താണ്? ഇപ്പൊ എന്റെ ഒരു പർപ്പസ് എന്താ വെച്ചാല് ഇത്രയും കാലം എന്നെ കളിയാക്കിയ ആളുകൾ, എന്നെ നിരുത്സാഹപ്പെടുത്തിയ ആളുകൾക്ക് മുമ്പിൽ വിജയിച്ചു കാണിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, എന്റെ ഒരുപാട് വലിയ വലിയ ആഗ്രഹം സാധിച്ചെടുത്തുകൊണ്ട് ഇവർക്കൊരു ചെയ്ത്. അത് മാത്രമല്ല, ഈ ബിസിനസ് വന്ന സമയത്താണ് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ആൾക്കാരെ സഹായിക്കാനുള്ള മനസ്സിലാക്കാനും അങ്ങനെ ഒരുപാട് ഈ പ്രയോറിറ്റി എന്ന് പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ബിസിനസ് വന്നായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് എന്ത് ചെയ്യുക, ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാം. അങ്ങനെ ഒരുപാട് പീകൾ ഇതിലുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഒരു സെഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ. ഏതായാലും ഇത്ര നേരം എനിക്കൊരു എന്താ പറയാ ഈ ബിസിനസ് എത്താൻ സാധിച്ചതിനും എന്റെ എല്ലാ പ്രത്യേകിച്ച് എന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള മനോജ് സാർ, ലേഖമാർ, ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളാണ്. കാരണം എന്റെ തുടക്ക സമയത്ത് ഒരുപാട് ട്രെയിനിങ് തന്നിട്ട് ഒരു സഹായിച്ച വ്യക്തികളാണ്. അതുപോലെ തന്നെ എന്റെ എഗ്രികേറ്റഡ് നിശാന്ത് സാർ ആയിക്കോട്ടെ, അതുപോലെ ആയിഷ മാഡം, നജീബ് സാറ്, എന്റെ എല്ലാ പാർട്ട്നേഴ്സും ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ സമയത്ത് ഞാൻ ഒരു നന്ദി, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്നെ ഈ സംസാരിക്കാൻ പോലും പ്രാർത്ഥനയാക്കി. തുടക്ക സമയത്തൊക്കെ SBG ഒരു ക്ലാസ് അല്ലെങ്കിൽ പ്രോഗ്രാമോ സൂമിൽ ചെയ്യാൻ പറയുമ്പോഴൊക്കെ എനിക്ക് വിറച്ചിട്ട് ഒരു കണ്ണ് ശരിക്കും ഒരു എന്താ ക്യാമറ പോലും നോക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ ഒരു അവസ്ഥ. അതാണ് എനിക്ക് ഒരുപാട് അപ്ഡേഷൻ വരുത്താൻ പറ്റിയതൊക്കെ ഈ ബിസിനസ് വന്നതോടാണ്. ഇനിയും എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്റെ വലിയ വലിയ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു
നമ്മുടെ ബെറിഡേ എന്നുള്ള പ്രോഗ്രാം ആകുമ്പോഴേക്കും ഒരു 50-ൽ കൂടുതൽ DC അബോവ് ലീഡേഴ്സിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്റെ ഒരു വലിയ ലക്ഷ്യമാണ്. അത് ഞാൻ പ്രയത്നിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രം ആ സമയം ആകുമ്പോൾ മിനിമം ഒരു 3ഓളം ഇപ്പൊ നിലവിൽ ഒരു STC വന്നിട്ടുണ്ട്. ഒരു 2-3 STCമാരുടെ കൂടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്റെ ലക്ഷ്യമാണ്. അതുപോലെ പിന്നെ ഒരു വലിയ ഒരു വാഹനത്തിലേക്ക് എനിക്ക് യാത്ര. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു പാഷൻ പ്ലസ് ആയിരുന്നെങ്കിൽ അത് യൂണിക്കോണിൽ മാറി അതിന് ആൾട്ടോ 800 എടുത്തു. ഇപ്പൊ ഞാൻ അൽഹംദുലില്ലാഹ് ഞാനിപ്പോ ഒരു 10 ലക്ഷം രൂപ വരുന്ന നിസാൻ മാഗനിലാണ് യാത്ര ചെയ്യുന്നത്. അതൊക്കെ ഈ ബിസിനസ് വന്ന ബ്യൂട്ടിയാണ്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, വിശ്വസിക്കുക നിങ്ങളൊക്കെ. അപ്പൊ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബെറിഡേ ആ ഒരു പ്രോഗ്രാം നിങ്ങൾ ഏത് സ്ഥലത്താണോ പ്രസക്തിയല്ല, നിങ്ങൾക്ക് എന്താവണം, നിങ്ങൾക്ക് അപ്പയോട് സംസാരിക്കാം. നിങ്ങളുടെ മെന്റർ ഒരു പ്രധാന ഘടകമാണ് മെന്റർഷിപ്പ്. നിങ്ങളൊരു മെന്റർ എല്ലാവർക്കും അത്യാവശ്യമാണ്. ആ മെന്റർ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ മാറ്റാനും പറ്റില്ല. ആ മെന്റർ എന്താണ് ഫൈനൽ ചെയ്യുക, ആ ഫൈനൽ ചെയ്ത് ആ മെന്റർ നിങ്ങൾ വിശ്വസിക്കുക. മെന്ററോട് എല്ലാ കാര്യവും സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അപ്പയും സംസാരിച്ച് എന്ത് ചെയ്യുക, എനിക്ക് ഇന്ന റാങ്ക് എത്താൻ സാർ ഞാൻ എന്ത് ചെയ്യണം. ഇങ്ങനെ നമുക്ക്, അതായത് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഞാനൊരു വ്യക്തി പിന്നെ നമ്മുടെ പാർട്ട്നറോട് ഞാൻ പറയാണ് ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ടോ ചെയ്യട്ടോ ഞാൻ ആക്കിട്ടോ പോയിട്ടെന്ന് പറയുമ്പോൾ അത് എന്റെ ബിസിനസ് ആണ്. അതേസമയം ആ പാർട്ട്ണർ എന്നോട് ചോദിക്കുമ്പോഴാണ് ശരിയായ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് മാറണം. അങ്ങനെ നിങ്ങൾ ആവശ്യക്കാനായി മാറുമ്പോഴാണ് ലീഡേഴ്സിന് തന്നെ സന്തോഷം ഉണ്ടാകാത്ത മാത്രമല്ല അവർക്ക് താല്പര്യം ഉണ്ട് നമുക്ക് ബോധ്യപ്പെടാം. ഇപ്പൊ ആ രീതിയിൽ ഞങ്ങൾ പെരുമാറുകയാണെന്ന് ഞാൻ സ്വാഭാവികം പറഞ്ഞു പോവാണ്. അപ്പൊ ആ സമയം ഞാൻ പറയാം, അപ്പൊ ആ പ്രോഗ്രാം ഈ ബിസിനസിന്റെ ജീവനാടിയാണ്. അത് നിങ്ങൾ ഒറ്റൊന്നും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എന്ത് പ്രയാസം പ്രസന്റ് സമയമില്ലെങ്കിലും, നിങ്ങളുടെ മരണം അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പങ്കെടുക്കുക. അതാണ് എനിക്ക് ഈ നിർദ്ദേശം പറയാനുള്ളത്. അപ്പൊ അത്തരത്തില് ഈ വരുന്ന പ്രോഗ്രാമിന് ഒരുപാട് അച്ചീവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, ധാരാളം ആളുകളെ പങ്കെടുപ്പിക്കണം. അത്തരത്തില് അത് എനിക്ക് എന്റെ ഒരു സംഭവിച്ചൊരു കാര്യം പറയാം. കഴിഞ്ഞ ബെറിഡേ പ്രോഗ്രാം അങ്കമാലി നടക്കുന്ന സമയത്ത് 2 ടിക്കറ്റ്, ആ 2 ടിക്കറ്റ് ആ 2 ടിക്കറ്റ് ഇപ്പൊ 2 ATC വന്നു, പിന്നെ അതുപോലെ പിന്നെ DTC ആകുമ്പോൾ ATC വന്നു, പിന്നെ TCമാര് വന്നു. അതൊക്കെ ഒരു ടിക്കറ്റിന് പ്രാധാന്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു ലീഡർ നിങ്ങളോട് പറയാം നിങ്ങൾ ടിക്കറ്റ് കൊടുക്കണം കേട്ടോ, നിങ്ങൾ ടിക്കറ്റ് എത്ര കൊണ്ടുവരണോ എന്ന് പറയുമ്പോൾ അത് ലീഡർ ആവശ്യമില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അത് അവനവന്റെ ആവശ്യമാണ്. കാരണം നമുക്ക് വിജയിക്കാൻ നമ്മളിൽ ആളുകൾ വരണം, നമ്മൾ ടീം വരണം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ എന്റെ ഓർഗ് വന്നത് എത്ര ആൾ പങ്കെടുത്തു, എന്റെ ഓർഗ് ടൂറിന് എത്ര ആൾ നിത്യം നിരീക്ഷിക്കലുണ്ടാണ്. അത് ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് കുറവുണ്ട്, ഞാൻ നേട്ടം ശ്രമിക്കലുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു BOP ആയിക്കോട്ടെ, ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഒരു പ്രോഗ്രാം NDA ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമിലും നമ്മൾ 1-നും 2-നും ഓരോരുത്തർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പുവരുത്തുക. ഒരു ബെറിസ്റ്റാർ ആണെങ്കിൽ അത് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെ നിങ്ങൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണം, അപ്പോഴേ സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ മാത്രം ഞാൻ എന്നുള്ള ചിന്താഗതി നിങ്ങൾ ഒരിക്കലും ഉണ്ടാവും. അത് ഞാൻ പ്രത്യേകം പറയാണ്. ഞാൻ എന്ന ഭാവം ഈ ബിസിനസ് നശിപ്പിക്കും. എനിക്ക് അധികം ഞാൻ തന്നെ, അത് ചില ആളുകളുണ്ട് ഞാൻ എന്റെ ടീം അത്തരത്തില്ല. അതായത് ഞാൻ ചില കോഴികളുണ്ടല്ലേ ഈ കുഞ്ഞുങ്ങളിങ്ങനെ ഈ ചിറകിന്റെ അടി, ആ രീതി പറ്റൂല. നമ്മൾ തുറന്നു വിടണം, എല്ലാവർക്കും അവസരം കൊടുക്കണം, എല്ലാവർക്കും വിജയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ല കൂട്ടിപ്പിടിക്കല്ല. എന്റെ ടീം ഞാനുള്ള വാക്ക് നിങ്ങൾ ജീവിതത്തിൽ ബിസിനസ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വി അവിടെ വിജയം ഉണ്ടാവുള്ളൂ, കൂട്ടായ്മയിൽ വിജയം ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ അധികമൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മൾ വരുന്ന പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക, എല്ലാവരും അറ്റൻഡ് ചെയ്യുക, യൂസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത പ്രോഗ്രാമാണ് നമ്മുടെ ഭാഗ്യമാണ് പിന്നെ ശനിയാഴ്ച നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ ഫൗണ്ടർ മനു സാർ മലപ്പുറം GTS പങ്കെടുക്കാനുള്ള അതിയായ ആ തുടക്ക സമയത്ത് ചിന്തിച്ചൊരു കാര്യമായിരുന്നു സാറൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. എന്തായാലും വളരെ അഭിമാനം സന്തോഷമുണ്ട് ഈ സമയം സാറിന് എത്താൻ സാധിക്കണേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഞായറാഴ്ച നടക്കുന്ന ബെറിസ്റ്റാർ സമ്മിറ്റ്, അതിനും അവസരം കിട്ടിയ എല്ലാ ആളുകളും ദയവ് ചെയ്ത് അവിടെ പങ്കെടുക്കുക. അതൊരു വലിയ പ്രോഗ്രാം മാറ്റുക. അതിലൂടെ നമുക്കൊരു വിജയപാത തന്നെ നയിക്കാൻ പറ്റും. അത് നമ്മുടെ ഭാഗ്യമാണ്. അതാണ് അത് മനസ്സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയമണ്ടാണ്, നമ്മുടെ അമ്പേര് ഡയമണ്ടാണ് അദ്ദേഹം. അപ്പൊ അതൊക്കെ അറിയാതെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് കൃത്യ ആളുകൾ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കുക, അത് വിശ്വസിക്കുക. അപ്പൊ ഈ പ്രോഗ്രാമുകൾ എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒരു പ്രോഗ്രാം ആരും ഒഴിവാക്കരുത്. കാരണം ഇനിയിപ്പോ ആരില്ലെങ്കിലും ചിലർ പറയാനുണ്ട് ഞാൻ BOP എന്ന് വരുന്ന സാറേ എന്റെ കൂടെ ആരും ഇല്ല സാറേ എന്ന് പറയും. അത് വേണ്ട. ആരില്ല, നിങ്ങളുണ്ടോ ഞാനുണ്ടോ അത് നോക്കിയാൽ മതി. ഞാനുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും, ഞാനില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ ബിസിനസ് വേണ്ടി നിങ്ങൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വിശ്വസിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം വേണം, അതുപോലെ നിങ്ങളുടെ ടീമിന് വിശ്വാസം വേണം, നിങ്ങൾക്ക് അപ്ലയൻസിൽ വിശ്വാസം വേണം, കമ്പനി പ്രോഡക്റ്റ് എല്ലാത്തും വിശ്വാസം വേണം. നമ്മൾ വിശ്വാസത്തിന്റെ പ്രധാന ഘടകമാണ്. അപ്പൊ എന്ത് ചെയ്യുക, ബിലീഫ്. അപ്പൊ നിങ്ങൾ അതൊക്കെ പാലിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഞാൻ പറയാം. അതുപോലെ തന്നെ ഡ്രീംസ് ആൻഡ് ഗോൾസ് സെറ്റ് ചെയ്ത് തന്നെ പോകണം. ലക്ഷ്യബോധമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ലക്ഷ്യബോധത്തോടെ നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി എഴുതി വെക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ഇതൊക്കെ എഴുതി വെച്ച് 10 പേര് പറയുമ്പോഴത് സക്സസ് ആവുള്ളൂ. അങ്ങനെ ആ രീതിയിലൊക്കെ ശക്തമായി ചെയ്യാതെ എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ലീഡേഴ്സിന് കിട്ടുന്നുണ്ടാവും. അത് നിങ്ങൾ ശരിയായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത്തരത്തില് എല്ലാ കാര്യവും ഭംഗിയായി വൃത്തിയായി ഒരു ക്ഷമയോട് കൂടി ഏറ്റെടുക്കുക ചെയ്യുക.
ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു സെഷൻ നമുക്ക് സമയം ഏകദേശം ആയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഈ അവസരം തന്ന എന്റെ SPG ലീഡേഴ്സിനോടും അതുപോലെ എന്റെ പാർട്ട്നേഴ്സിനോടും എന്റെ ലവ്ലേഴ്സിനോടും ഈ റാങ്ക് അടിക്കാൻ പ്രാപ്തമാക്കിയ സർവശക്തനോടും എല്ലാവരും ഞാൻ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയൊരു അവസരം നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എല്ലാവരുടെ വിഷയങ്ങളും തിരിച്ചറിവുകളും എല്ലാം ഉണ്ടാകാതെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.